കാണുന്ന ദൃശ്യങ്ങൾ വയനാട്ടിൽ നിന്നുള്ളതാണ്. NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സംഘാംഗങ്ങൾ എത്തി ആളുകളെ ഡിങ്കി ബോട്ടുകളിലൊക്കെ കയറ്റി സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. വയനാട്ടിലെ പിണങ്ങോട് എന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. കമൽ വിവരങ്ങളുമായിട്ടുണ്ട്. കമൽ, ഇത് ഏത് പുഴയുടെ ഭാഗമാണ്? ഒരുപാട് ആളുകളെ ഇനിയും ഒഴിപ്പിക്കാനുണ്ടോ? മഴ തുടരുകയാണോ? എന്താണ് അവസ്ഥ? പിണങ്ങോട് പന്നിയോറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പന്നിയോറ കരിവേപ്പ് ഉന്നതിയിലെ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് ഫയർഫോഴ്സിന്റെ ബോട്ടിൽ ഈ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ ഉന്നതിയിലുള്ളവർ നേരത്തെ ഇങ്ങോട്ട് വരാൻ തയ്യാറായിരുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഈ ഭാഗത്ത് തന്നെയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. കരിവേപ്പ് ഉന്നതിയാണ് പന്നിയോറ, പൊഴുതന പഞ്ചായത്താണ്. അവിടെ പുഴയ്ക്കൽ, നേരത്തെ നമ്മൾ ഇതിന്റെ മറുവശത്ത് നിന്ന് ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. അതിന്റെ മറ്റൊരു ഭാഗമാണ് ഈ പുഴയിൽ നിന്ന് വെള്ളം കയറി ഈ പ്രദേശത്തൊക്കെ താഴ്ന്ന ഭാഗങ്ങളിൽ പാടത്തൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അവിടെ ആണ് ഈ അപ്പുറത്തെ കുന്നിൽ ഉന്നതിയിലുള്ള ആളുകളെ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ഉണ്ട്. ഇവരിങ്ങോട്ട് വരാൻ തയ്യാറാകുന്നുണ്ടായിരുന്നു. ആദ്യം മടി കാണിച്ചു, പക്ഷെ ഇപ്പം വരുന്നുണ്ട്, വരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ പൊഴുതന പഞ്ചായത്തിൽ മഴക്കെടുതി രൂക്ഷമാണോ? രൂക്ഷമാണ്. ഇപ്പം 3 മണിക്ക് ശേഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബെറ്റ് എന്നുള്ള സംഘടന ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ദിവിഷ്, ഈ ഭാഗത്ത് പൊഴുതന പഞ്ചായത്തിൽ പല ഭാഗത്തും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അവിടെ നിന്ന് ആളുകളെ സുരക്ഷിതമായി മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നേരത്തെ ഒരു റിസോർട്ടിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ ഇങ്ങോട്ട് എത്തിച്ചിരുന്നു. വീണ്ടും ഫയർഫോഴ്സിന്റെ ഡിങ്കി വീണ്ടും കൂടുതൽ. കമൽ, എന്തെങ്കിലും ഈ ഗതാഗതം ഇപ്പൊ കള്ളാടി മേഖലയിലേക്കുള്ള യാത്രയൊക്കെ നിരോധിച്ചതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. എന്തൊക്കെയാണ് ശരി പ്രതികരണം? 500 മീറ്റർ തുഴയാനുണ്ടായിരുന്നു. 500 മീറ്റർ തുഴയാനുണ്ട്. ഫയറാണോ? അതെ, ഫയറാണ്. 500 മീറ്ററോളം തുഴയാനുണ്ട് എന്നാണ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥരാണ് അവർ പറഞ്ഞത്. വീണ്ടും അവർ സ്ഥലത്തേക്ക് പോവുകയാണ്. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. കമൽ, മറ്റേതെങ്കിലും നിയന്ത്രണങ്ങൾ വയനാട്, പ്രത്യേകിച്ചും ഈ വിനോദസഞ്ചാരികളൊക്കെ വരുന്ന സമയം കൂടിയാണ്, അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഗതാഗത നിയന്ത്രണങ്ങളും മറ്റ് നിരോധനങ്ങളും ഒക്കെ ഉള്ളത്? ദിവിഷ്, വയനാട്ടിലേക്ക് അനാവശ്യമായി ആരും യാത്ര ചെയ്യരുതെന്ന് ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് താമരശ്ശേരി ചുരത്തിൽ അനാവശ്യമായ യാത്രകൾ അനുവദിക്കില്ല, അവശ്യ സർവീസുകൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്ന് രാവിലെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് കോഴിക്കോട് ജില്ലാ ഭരണകൂടവും അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അനാവശ്യമായി ചുരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ ജില്ലയിലുള്ള വിനോദസഞ്ചാരികളോട് സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ തുടരണം, ഏതെങ്കിലും തലത്തിലുള്ള മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യരുത്, സുരക്ഷിതമായ താമസ സ്ഥലങ്ങളിൽ തുടരണം എന്നൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്.